നമ്മൾ തുടർന്ന് അല്പനേരം നമുക്ക് കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ വേണ്ടി പോവാണ്. ബെന്നിബദർ അല്പനേരം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ പറഞ്ഞ പോലെ ഹോള് നമ്മൾ ചില സമയങ്ങൾ നീണ്ടു പോകാറുണ്ട്. 1 മണിയാണ് നമ്മുടെ മാക്സിമം. പക്ഷേ അവർ പറയാനിടയായി തീർന്നു. ചില മിനിറ്റുകൾ നമ്മൾ പറയാതെ സമയങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് പാക്കപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കാരണം മുന്നോട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ പോകണമല്ലോ. കാര്യം ഉയർത്തി സ്വതന്ത്രം പറഞ്ഞ് നമുക്ക് ന്യൂ ഇയർ വരുവാണ്. ഡിസംബർ 31. നിങ്ങളെല്ലാവരും അവധി എടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ദൈവത്തെ നമ്മൾ മാനിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞ് ഈ ദൈവത്തിന് ചില കാര്യങ്ങളിൽ വാശിയുണ്ട്. എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കർത്താവ് കുനിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കുക. ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ തന്നെ അന്വേഷിക്കുന്നവരെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വില കൊടുക്കുന്നവർ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈ 2025 നമ്മളെ വിട്ട് മാറിപ്പോകുമ്പോൾ നമുക്കൊന്ന് സാക്രിഫൈസ് ചെയ്യാം. സമയമില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും ബിസി ഷെഡ്യൂളാണ്. പ്രത്യേകിച്ച് UK യിലുള്ളവർ, ലൈവിൽ കാണുന്നവർ, ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പ്രത്യേകിച്ച് ഡിസംബർ 31 നമ്മളൊരു 7:30 മുതൽ 7:30 മുതൽ 1 മണി വരെ മാക്സിമം നമ്മൾ പ്രാർത്ഥനയും ആരാധനയും വചനവും ഈ വർഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിച്ച് പുതിയ വർഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥനയോടെ തന്നെ കയറാം. അപ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് എന്തൊക്കെ ഭാരമുണ്ടെങ്കിലും ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവിന് നിങ്ങൾ വിലപ്പെട്ടവരെന്ന് ദൈവത്തിന് തോന്നിയാൽ, നമ്മൾ വിലപ്പെട്ടവരാണ്, പക്ഷെ നമ്മൾ വില കൊടുക്കുന്നവരെന്ന് തോന്നിയാൽ ദൈവം ഏതറ്റം വരെ നമുക്ക് വേണ്ടി പോകും. കർത്താവിന് വേണ്ടി ഒരാൾ നിൽക്കാൻ നോക്കിയാൽ, അതുകൊണ്ട് യേശു പറഞ്ഞു, അല്പത്തിൽ വിശ്വസ്തനായാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നമുക്കിന്ന് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചോ, ഈ രാജ്യത്ത് ആരെയും മാനിക്കാത്തതുപോലെ ദൈവം നമ്മളെ മാനിക്കും. അപ്പോൾ ഡിസംബർ 31 നമുക്ക് ഒരുമിച്ച് കൂടാം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്ന ഒരു പ്രത്യേക ഓഫറിങ് നമ്മൾ അതിനുവേണ്ടി വെക്കുകയാണ്. കാരണം നമ്മൾ ടൈം കൂടുതൽ ഹോളിനും ഓഡിറ്റോറിയത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വിത എന്ന പോലെ നമുക്ക് വിതയ്ക്കാം. അതുകൂടാതെ പുതിയ വർഷത്തിലേക്ക് നമുക്ക് വിതച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ നാമത്തിൽ കയറാം. വേറൊന്നുമല്ല, ഇച്ചിരി ടൈം നമ്മൾ കൂടുതൽ എടുക്കുവാണ്. നമ്മളുടെ ക്രമീകരണങ്ങളൊക്കെ മുന്നോട്ട് ആവശ്യമാണ്. അപ്പോൾ ആരാധനയോടെ, പ്രാർത്ഥനയോടെ ഞാൻ വിശ്വസിക്കുന്നു 2026 വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനേക്കാൾ ഉപരി ഒരു ഫ്രീഡം നമുക്ക് ആവശ്യം, അല്ലേ? ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും 2026 ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ വർഷമായി ദൈവം മാറ്റും. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. പ്രിയ ബെന്നിബദർ മുന്നോട്ട് വന്ന് അല്പനേരം കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം കർത്താവേ, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, കർത്താവേ, ഞാൻ അവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാവിൽ പോരാടുക എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസിന് വചനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെയോ ആവശ്യമില്ല, ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടയാളാണ്. പക്ഷേ പൗലോസ് പറയുകയാണ്, എൻ്റെ ബുദ്ധിയിൽ നിന്നൊരു വാക്ക് പോലും വരാതെ ആത്മാവിൽ നിന്നും പ്രാപിച്ചത് അത് മുഴുവനായും നിങ്ങൾക്ക് നൽകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ആര് ശുശ്രൂഷിക്കുന്നുള്ളതല്ല നമ്മുടെ വിഷയം, ആര് വചനം പറയുന്നുള്ളതല്ല വിഷയം. ആ ദൈവത്തിൽ നിന്ന് ലഭിച്ചത് മുഴുവനും ഞങ്ങളിലേക്ക് പകർന്നെടുക്കുവാൻ, അത് ഞങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ പ്രിയ അഭിഷക്തനെ കർത്താവെ ഈ നിമിഷം അങ്ങ് ശക്തമായി ഉപയോഗിക്കുമല്ലോ. വന്നു ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൽ നിന്ന് ഇറങ്ങുമ്പോൾ കർത്താവിൽ നിറഞ്ഞവരായി ഞങ്ങൾ ഇറങ്ങിപ്പോകും. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പ്രിയ ബെന്നിബദർ മുന്നോട്ട് വന്ന് കർത്താവിൻ്റെ വചനത്തെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട് വീണ്ടും ഒരു ഞായറാഴ്ചയുടെ കർത്താവിൻ്റെ വഴിയിൽ നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എത്രയോ പേർ ഈ ലോകത്തു നിന്നൊക്കെയും മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് നമ്മളെ ജയത്തോടെ നിർത്തിയതിനായി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാരണം നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വർഷക്കാലം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഹല്ലേലൂയ. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയപ്പോഴും ഹല്ലേലൂയ നമ്മുടെ മിടുക്കോ നമ്മുടെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല നമ്മളെ ഇവിടെ നിർത്തിയത്. കർത്താവിൻ്റെ ധൈര്യം, കർത്താവിനോടുള്ള നമ്മളുടെ ഒരു ആ വിശ്വാസമാണ് കർത്താവ് നമ്മളെ നിർത്തിയത്. കൃപയാലല്ലോ ഹല്ലേലൂയ കർത്താവ് നമ്മളെ നീതീകരിച്ച് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടി
കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കണ്ണ് അടച്ചാട്ടെ. കർത്താവേ, ഇന്ന് കർത്താവെ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ കർത്താവെ നീ തന്നതാണെങ്കിലും കർത്താവെ നീയാണ് എൻ്റെ പരിശുദ്ധാത്മാവെ നീ അത് ക്രിയ ചെയ്യുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളുടെയും മുന്നിൽ കർത്താവ് ജയം തന്നതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, കടന്നു വന്നവരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഇതിലൂടെ കാണുന്ന സൂമിലൂടെ കാണുന്നത് കർത്താവെ ലോകത്തിലൂടെ കാണുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കർത്താവിൻ്റെ വചനം ഞങ്ങൾ അയക്കുകയാണ്. കർത്താവെ, രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് അവിടെ കാണുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം പറഞ്ഞു വിട്ടാൽ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്നാണ് കർത്താവെ ഞങ്ങൾ അതുപോലെ ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ ഈ ദേശത്തിൻ്റെ മേൽ അവകാശം പറയുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ നീതിമാനെ തേടി പോന്ന കർത്താവ്, ഹല്ലേലൂയ. ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഇടയിൽ നിൽക്കുന്നപ്പാ ഹല്ലേലൂയ. ഈ ദേശത്തിലെ ജാതികളെ ഞങ്ങൾ അവകാശം പറയുന്നപ്പാ ഹല്ലേലൂയ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ പിശാചിനെ ഉയർത്താനല്ല, ഈ ലോകത്തിൽ പിശാച് ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തി ആരാന്ന് പറയാമോ? ഹല്ലേലൂയ. ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തി ആരാന്ന് പറയാമോ? ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെയാണ് പിശാച് ഏറ്റവും ഭയക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന ലോകത്തിൻ്റെ മോഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അവൻ ടാർഗറ്റ് ചെയ്യേണ്ട. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവനെ ടാർഗറ്റ് ചെയ്താൽ അവനെ ഈ ലോകത്തിൻ്റെ മോഹത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് ടാർഗറ്റ് വെക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ രോഗത്തിൻ്റെ സൗഖ്യമാകും. ഹല്ലേലൂയ. രോഗത്തെ ഭയമാണവന്. ഹല്ലേലൂയ. ലോകത്തെ ഭയമാണവന്. ലോകം അവനെ ഭയക്കും. ഹല്ലേലൂയ. നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ ഭയക്കും. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണോ നിന്റെ നേരെ ഉന്നം വെക്കുവാൻ ആരും വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചാണ്. ഹല്ലേലൂയ. നിന്റെ നേരെ കൈ ഉതിർക്കുന്നവൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലെ നിനക്കെതിരെ ആര് തിരിഞ്ഞാലും അവനെ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ട വചനങ്ങൾ, ഹല്ലേലൂയ, ഈ 2 ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ കേട്ട വചനങ്ങളൊക്കെ ഒന്ന് അറിയാമോ? ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്താ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ട വചനങ്ങൾ ഏതൊക്കെയാണ്? വാച്ച് ആൻഡ് പ്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒന്ന്, ഇടിഞ്ഞു കിടന്ന കൂടാരങ്ങളെ യാഗപീഠങ്ങളെ പണിയുവാൻ, എന്തിനു വേണ്ടി? ഇസബേലിയ ശക്തികളെ ജയിക്കുവാൻ കർത്താവ് അവിടെ ഒരു യാഗപീഠം പണിയുവാൻ പണിത് അല്ലേ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ അവിടെ ഒന്നും കാണുന്നില്ല. എന്താണ്? അവിടെ ശൂന്യതയാണ്, അവിടെ ക്ഷാമമാണ്. ഹല്ലേലൂയ. ആ ക്ഷാമത്തെ ജയിക്കുവാൻ ഒരു യാഗപീഠം അവിടെ പണിതപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിഖിൽ പാസ്റ്റർ പറഞ്ഞു അല്ലേ, എത്ര വിശ്വാസത്തോടെയാ ഉണങ്ങിയ വിറകിൻ്റെ മേൽ പച്ചവെള്ളം ഒഴിച്ചത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിയ വരണ്ട അവസ്ഥകളുടെ മേലും നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ, നിന്റെ മേൽ കർത്താവിൻ്റെ ജയം കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ വിറക് പെറുക്കി എല്ലാം യാഗപീഠം ഒരുക്കി. ഹല്ലേലൂയ. എന്നാൽ ഒന്നും കാണുവാനിടയായില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, നീ പോയി നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? കാർമേഘം കാണുന്നുണ്ടോ? 7 പ്രാവശ്യം പോയി നോക്കിയില്ലേ? 7ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു കൈമേഘം പോലെ പ്രത്യക്ഷമായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ലായിരിക്കാം, നമ്മൾ മടുക്കരുത്. ഹല്ലേലൂയ. നിന്റെ മുന്നിലെ പ്രതിസന്ധികളെ തകർക്കുവാൻ പ്രാർത്ഥനയുടെ ശക്തി നിനക്ക് ജയം തരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആ ചെറിയ കൈമേഘം പോലെ വന്ന ഹല്ലേലൂയ, എത്ര വലിയൊരു മഴയാണ് അവിടെ ഒരുക്കിയത്. ഹല്ലേലൂയ. തോടുകൾ കവിഞ്ഞൊഴുകി, നദികൾ ഒഴുകി. ഹല്ലേലൂയ. നമുക്കറിയാം, എസെക്കിയേൽ പ്രവചനത്തിനകത്ത് നമുക്കൊരു വാക്യം എടുക്കാം, അതിൻ്റെ അവസ്ഥ എന്തായി തീർന്നു നമുക്ക് നോക്കാം. ഹല്ലേലൂയ. 47:5 വന്നാൽ എന്താണ് അതിൽ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 1000 മുഴം അളന്നു, അതെനിക്ക് കടപ്പാൻ വയ്യാതെ വണ്ണം നദിയായി. ആമേൻ. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാതെ വണ്ണം അതൊരു നദിയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതിലൊരു വീട്ടിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തിക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. അവിടെ ഒന്നും കാണുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. ഏഴാമത്തെ പ്രാവശ്യം തൊന്ന് നോക്കിയപ്പോൾ ഒരു കൈമേഘം പോലെ പ്രത്യക്ഷപ്പെട്ട ഹല്ലേലൂയ ആ കാർമേഘത്തെ ഒരു വലിയ ജലനദിയായി ഒരുക്കുവാൻ കർത്താവിന് സാധിച്ചെങ്കിൽ ഇന്നെൻ്റെ ദൈവം ഇതിലെ നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ഏത് പ്രതിസന്ധി വന്നാലും നീ പ്രാർത്ഥനയോടെ ഉറ്റിരുന്നാൽ അതിനെ ജയിക്കുവാൻ നിനക്ക് സാധിക്കുകയും ചെയ്യും. മുട്ടോളമല്ല, അരയോളമല്ല, അതിൽ നീന്തി തുടിക്കുവാൻ കർത്താവ് നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ ഒരുക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതിന് മുമ്പിലത്തെ നമുക്ക് ദിവസം സഹോദരൻ പ്രാർത്ഥിച്ചു അല്ലേ, പ്രസംഗിച്ചു ഹിസ്കിയാവിനെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞു, ഹിസ്കിയാവേ നിന്റെ ജീവിതം അവസാനിച്ചു. ദൈവം എനിക്ക് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ലൈഫ് തീർന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഡോക്ടേഴ്സോ ആരെങ്കിലും നിന്റെ ജീവിതത്തെ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ, അവൻ ഭിത്തിയോട് മുഖം തിരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ നീട്ടിത്തരുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചു അല്ലേ. നമുക്ക് ആ വാക്യം കൂടെ പെട്ടെന്ന് എടുത്തേച്ച് 2 രാജാക്കന്മാർ 20 1 മുതൽ 5 19 അധ്യായം 20 അധ്യായം 1 മുതൽ 5 വരെ ഒന്ന് വായിച്ചാട്ട് ബ്രദറെ. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളിപ്പാട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ ദൈവമുഖാന്തരം അവനോട് പറയുകയാണ്, നിന്റെ ആയുസ് തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ആ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ അവൻ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. ഹല്ലേലൂയ. നിന്റെയും എൻ്റെയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾ നിന്റെ മുന്നിൽ വന്നാലും പ്രാർത്ഥിക്കുവാൻ നീ മുട്ടുമടക്കിയാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ മുന്നിലല്ല ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കിയാൽ നിന്റെ മുന്നിൽ ലോകം മുട്ടുമടക്കും. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അടുത്ത നാൾ ഹല്ലേലൂയ ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവൻ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി നീ ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ. ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഇപ്പോഴും ഈ പറയുമ്പോഴും പല പ്രതിസന്ധികൾ മുന്നിലുണ്ട്. പക്ഷേ കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ഒരു ഉറപ്പ് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്നു. എന്തിനു വേണ്ടി? തൻ്റെ സഹോദരന പുത്രനായ ലോത്തിന് വേണ്ടി. സോദോം ഗോമോറ നശിപ്പിക്കുവാൻ പോകുമ്പോൾ ഹല്ലേലൂയ ഒരു നീതിമാനെ തേടി വന്ന ദൈവം. ഹല്ലേലൂയ. ഓ ശബലരബരദശസ്തദേ. ഹല്ലേലൂയ. അബ്രഹാം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് ദൈവസന്നിധിയിൽ നീതിയായി കണക്കിട്ട് ഹല്ലേലൂയ ആ കുടുംബത്തെ ആ ദേശത്ത് നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ഹല്ലേലൂയ അവനെ രക്ഷിക്കുവാൻ ഇടയായെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ നിന്റെ കുടുംബത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ ദൈവത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവരെ കൂട്ടി നിന്റെ കൂടെ ഇരുത്തുവാൻ ദൈവം ഇടയാക്കുക തന്നെ ചെയ്യും. നീ പ്രാർത്ഥിച്ചാൽ അതിന് വിടുതൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അധികാരമാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വരുന്നതിനെ വേരോടെ പിഴുതെറിയുവാൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചന പുസ്തകത്തിൽ നമുക്കൊന്ന് വായിക്കാം, പെട്ടെന്ന് എടുക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 1-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട് ബ്രദറെ. യെശയ്യാവ് യഹൂദ രാജാവായ ഉസ്കിയാവും യോദ ആഹാബ് ഹിസ്കിയാവ് യിരെമ്യാ പ്രവചനം ബെന്യാമിൻ ദേശത്ത് അനോദിന്റെ പുരോഹിതന്മാരിൽ ഹിൽക്കായിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അവൻ യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1-ാം അധ്യായത്തിന് 8. നീ അവരെ ഭയപ്പെടരുത്, ആമേൻ, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് യഹോവ അരുളിപ്പാടുണ്ടായി. പിന്നെ യഹോവ കൈ നീട്ടി അവന്റെ വായെ തൊട്ട്, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും. അവിടെ വചനം പറയാണ് നിർമൂലമാക്കുവാനും
പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളിപ്പാട്. ഹല്ലേലൂയ. എന്നെയും നിന്നെയും ദൈവം ഓരോ കുടുംബത്താക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഹല്ലേലൂയ. ചേച്ചി അതിൻ്റെ ആ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാമോ? അതിൻ്റെ 10ാം വാക്യം ഒന്ന് വായിക്കാനോ? കിങ്സ് ജെയിംസ് വേർഷൻ അത് പറയാണ്, റൂട്ട് ഔട്ട്. ഹല്ലേലൂയ. വേരോടെ പിഴുതെറിയുവാൻ. ഹല്ലേലൂയ. നിന്നെയും എന്നെയും ഒരു കുടുംബത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനെതിരായി വരുന്നതിനെ വേരോടെ പിഴുതെറിയുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ പ്രതിസന്ധികളോ മുന്നിൽ കണ്ടാലും ആ പ്രതിസന്ധികളെ വേരോടെ പിഴുതെറിഞ്ഞ് കളഞ്ഞിട്ട് പുതിയത് പണിയുവാൻ എന്നെയും നിന്നെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അധികാരം തന്നിരിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, നിന്റെ ജീവിതത്തിൽ അത് കാണുമെന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, അതാണ് 7 പ്രാവശ്യം നോക്കിയപ്പോഴും ഒന്നും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ 7ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു കൈമേഘം പോലെ പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അതാണ് ഒരു ദേശത്തെ മുഴുവൻ നനയ്ക്കുവാനും ഹല്ലേലൂയ നടുവാനും ഇടയായി തീർന്നെങ്കിൽ എൻ്റെ ദൈവപൈതലേ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയാൽ, ഹല്ലേലൂയ, ലോകം നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. സാത്താന്യ ശക്തി നിന്റെ മുട്ടിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. രോഗശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്കത് ലഭിച്ചു എന്ന് കരുതണം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കർത്താവ് അറിയുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഉണ്ടോ? കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വഴിയും വാതിലുകളെയും തുറക്കുന്ന ഒരു കർത്താവാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകരുത്. കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും തുറന്നു പറയുവാൻ, ഈ ലോകത്തിൻ്റെ മുമ്പിലല്ല, തുറന്നു പറയുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ഇതിൽ പോകുന്ന ലിസ്റ്റ് എടുക്കുന്നതല്ല. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും കർത്താവുമായിട്ടുള്ളൊരു ഇൻറ്റിമസിയാണ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തോട് എപ്പോഴും കർത്താവ് യേശുവപ്പച്ചൻ ഒറ്റയ്ക്ക് പോയായിരുന്നു പ്രാർത്ഥിച്ചത് അല്ലേ? ഒരു കാര്യം ഡിസൈഡ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, തൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ പോയി മുട്ടുമടക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? അവിടുന്നുള്ള ആ ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഇന്ന് കർത്താവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. മൊർദെഖായിയെ നോക്കി ഹാമാൻ്റെ ഭാര്യ പറഞ്ഞു, നീ അവനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. എന്താണ്? മൊർദെഖായി ഒരു യഹൂദനായിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? മുഴുവൻ സമയം അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് വേണേ ജയിക്കും, ഞാൻ ജയിക്കും, ഞാനൊരു രാജാവാണ്. ഇല്ല. ഹാമാൻ്റെ ഭാര്യ പറയുകയാണ്, നീ അവനെ ജയിക്കുകയില്ല. കാരണം എന്താ? യെരൂശലേമിന് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ആ ദേശത്തിൻ്റെ വീടിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നെ ജയിക്കുവാൻ, ഹല്ലേലൂയ, നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നീ മുട്ടുമടക്കിയുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ ഒരു രാജ്യവും ജയിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കാണണം അത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടെങ്കിലേ നമുക്കത് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ദേശത്തിൽ ഉള്ള ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, പാപത്തെ വെറുക്കുകയും ദൈവത്തെ ഭയക്കുകയും ചെയ്യുന്ന ഒരു 100 പുരോഹിതന്മാരോ 100 സാധാ വ്യക്തികളോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നരകത്തിൻ്റെ കവാടങ്ങളെ കുലക്കുവാൻ സാധിക്കും. അതുപോലെയാണ് ഈ രാജ്യത്തിൻ്റെ നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുവാൻ എന്നെയും നിന്നെയും ദൈവം തെരഞ്ഞെടുത്ത അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ മുന്നിൽ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധികളെ ജയിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിന് സാധിക്കും. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ, ഹല്ലേലൂയ, ഓ പ്രഭാതത്തിൻ്റെ പൂട്ട് പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. ഓ സന്ധ്യയുടെ താക്കോല് പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. അതൊരു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ മുന്നിൽ കാണുന്നതിനെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ തലമുറ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ തലമുറയെ നോക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനും എൻ്റെ
കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ കാണുന്ന ആരെങ്കിലും ഹല്ലേലൂയ നിന്റെ തലമുറയോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ നീ മുട്ടുകാൽ മടക്കിയാൽ അവൻ നിന്റെ കൂടെ വന്ന് മുട്ടുമടക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മുന്നിൽ കണ്ടാലും പ്രാർത്ഥിക്കാനായി നീ മുട്ടുമടക്കിയാൽ നീ അതിൻ്റെ റിസൾട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, എൻ്റെ കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച് തളർന്നു. ഹല്ലേലൂയ. എന്നാൽ നീ തളരുവാനല്ല. ഹല്ലേലൂയ. നിന്റെ കാര്യങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. തക്ക സമയത്തിന് വേണ്ടി നീ കാത്തിരുന്നാൽ ഹല്ലേലൂയ അത് കാണുക തന്നെ ചെയ്യും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലവിധ പ്രാർത്ഥനകളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം? പല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ആവശ്യങ്ങളാണ് കർത്താവിൻ്റെ സന്നിധി കൊടുക്കുന്നത് അല്ലേ? പ്രാർത്ഥിക്കുമ്പം കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ, അല്ലെങ്കിൽ എൻ്റെ കർത്താവേ എൻ്റെ വീട് പണി, എൻ്റെ കർത്താവേ എൻ്റെ വണ്ടിയുടെ ലോണ്, ഇതെല്ലാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഇതൊക്കെയും ചിന്തിക്കും. എന്നാൽ കർത്താവുമായിട്ടുള്ളൊരു ഇൻറ്റിമസി ഹല്ലേലൂയ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും തുറന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഭാര്യ തൻ്റെ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറയും, ഭർത്താവ് തൻ്റെ കാര്യങ്ങളെല്ലാം. എന്നാൽ അതിനേക്കാൾ ഉപരി വിശ്വസിക്കുവാൻ പറ്റിയ ഒരേ ഒരു ആളേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതിലെന്തൊക്കെ കാണണം? നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്തൊക്കെ കാണും അതിനകത്ത്? ഒന്ന്, അതിലൊരു വിശ്വാസം കാണണം. ഹല്ലേലൂയ. നമ്മുടെ ഉദ്ദേശം ഹല്ലേലൂയ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ പലരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരോർത്തേ പ്രാർത്ഥിക്കും. ശരിയല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ? അല്ലേ? ഇന്ന് അവരോർത്തെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ പ്രാർത്ഥിക്കും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മറുപടി തരും. ഹല്ലേലൂയ. നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഹല്ലേലൂയ. നമ്മൾ ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതൽ അയക്കുമോ ഇല്ലയോ? അയക്കും. ഹല്ലേലൂയ. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ എടുക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 18:19 ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അവർക്കത് ലഭിക്കും. പിതാവിൽ നിന്ന് ലഭിക്കും. ആമേൻ. സ്തോത്രം. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു ഐക്യമത്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം ബ്രദറെ. അത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്നും അത് ലഭിക്കും. ആമേൻ. സ്തോത്രം. അവിടെ മലയാളം ബൈബിളിനകത്താണ് അതിങ്ങനെ യാചിക്കുക എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? നമ്മൾ മക്കളാണെങ്കിൽ നമ്മുടെ അപ്പനോട് നമ്മൾ യാചിക്കേണ്ട അവസ്ഥയുണ്ടോ? ഇല്ല. അത് ചോദിക്കുക, ആസ്ക് എന്ന അല്ലേ ചേച്ചി അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ആസ്ക് യുവർ ഫാദർ അല്ലേ? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് റിസൾട്ട് കാണുവാൻ സാധിക്കും. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ പറയുകയാണ് വചനം പറയുന്നത്. എന്താണ് ബ്രദറെ അത് പറഞ്ഞേ? രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുന്നിൽ നമ്മളൊരു പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സഭയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? എൻ്റെ കർത്താവ് അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒരുമനപ്പെടുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെടുമ്പോൾ കർത്താവ് അത്ഭുതമാക്കി തീർക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന് വേണ്ടി എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തൻ്റെ ദൂതന്മാർ എന്ത് ചെയ്തു?
പത്രോസിനെ എന്ത് ചെയ്തു? ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്താക്കി എവിടെ കൊണ്ടുവന്നു? അവർ പ്രാർത്ഥിക്കുന്ന ഇടത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവിടെ നടക്കുമോ? വിടുതൽ നടക്കുമോ? പ്രാർത്ഥിച്ചാൽ നടക്കും. അന്ധകാര ശക്തികളെ ജയിക്കുവാൻ ഹല്ലേലൂയ നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഏത് തടങ്കൽ പാറയിലാണെങ്കിലും ഹല്ലേലൂയ ദൈവം അവിടെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി വിടുതൽ അയക്കും. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12:5 ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കാര്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? പത്രോസിന്റെ വിടുതലിന് വേണ്ടി. ഇന്ന് നിന്റെ വീട്ടിന്റെ നിന്റെ കാറിന്റെ ലോൺ അടയ്ക്കുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതോടുകൂടി എല്ലാം കർത്താവ് തരും. ഹല്ലേലൂയ. എന്നാൽ നീ ഒരുമനപ്പെടുന്നത് എൻ്റെ കർത്താവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ കർത്താവിന്റെ വിടുതൽ കാണുവാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ട് ബ്രദറെ. അങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേന്ന് രാത്രിയിൽ പത്രോസ് തന്റെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. എത്ര 2 ചങ്ങലയാൽ ബന്ധിച്ച് അവൻ അവിടെ ഉറങ്ങുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ചങ്ങലകൾ പൊട്ടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളിവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ ദേശത്തിന്റെ മേലുള്ള അന്ധകാര ശക്തികളെ ജയിക്കുവാൻ കർത്താവ് നമ്മുടെ മേൽ അഭിഷേകം തരും. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങൾ അത് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇവിടെ കൂടുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദത്ത വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ ഈ ദേശങ്ങളിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അതാണ് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ നിന്റെ ജീവിതത്തിലെ ഏത് കെട്ടപ്പെട്ട അവസ്ഥകളാണെങ്കിലും ഹല്ലേലൂയ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അതിനെ വിടുവിക്കുവാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഒരു കുടുംബം ഹല്ലേലൂയ. അതാണ് യാഗപീഠം പണിത്. ഹല്ലേലൂയ. യാഗപീഠം പണിതപ്പോൾ അത് ഒരേപോലെ പണിത് എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ആക്കിയതുപോലെ നിന്റെ കുടുംബത്തിൽ നീ ഒരു പ്രാർത്ഥനയുടെ യാഗപീഠം പണിതാൽ നിന്നെ കാണാത്ത റിസൾട്ടുകൾ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. നീ എന്തിനെക്കുറിച്ചാണോ പ്രാർത്ഥിക്കുന്നത് അത് ഈ ദിവസങ്ങളിൽ കാണുവാനിടയായി തീരും. പ്രാർത്ഥന എന്നതൊരു യാഗപീഠമാണ്. നിന്റെ കുടുംബത്തെ ആ യാഗപീഠം ഉയർത്തിയാൽ നിന്റെ ജീവിതത്തിൽ വിടുതൽ കാണുവാനിടയായി തീരും. നിന്റെ വിടുതൽ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ബ്ലെസ്സിങ്സ് അല്ല. ഹല്ലേലൂയ. കർത്താവിൽ നിന്നുള്ള കൃപകളും വരങ്ങളും അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നീ ഈ ലോകത്തെ ജയിക്കുവാൻ നിനക്കിടയായി തീരും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ്, ഉദ്ദേശശുദ്ധി, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ വിശ്വാസം ഇതാണ് ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വേറൊരു വ്യക്തി അത് വേണ്ട, അവൻ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിന് ദൈവം വിടുതൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തേത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അല്ലേ? അബ്രഹാം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവനത് നീതിയായി കണക്കിട്ടു. അബ്രഹാം തൻ്റെ സഹോദരപുത്രന് വേണ്ടി ദൈവം നശിപ്പിക്കുവാൻ പോയപ്പോൾ ആ ഇടയിൽ നിന്നു പ്രാർത്ഥിക്കുവാനായി ഇടയിൽ നിന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതൽ കാണുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നീ അത് കണ്ടാൽ എൻ്റെ കർത്താവ് അത് കാണിക്കുക തന്നെ ചെയ്യും. നീ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസത്തോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിൻ്റെ ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് കാണണം. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്നൊന്നും കാണുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ച് മടുത്തു. 7 പ്രാവശ്യം പോയി നോക്കി, കണ്ടില്ല. ഹല്ലേലൂയ. 7ാമത്തെ പ്രാവശ്യം ചെറിയൊരു കൈപ്പത്തി പോലെ പൊങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് നീ പ്രാർത്ഥിച്ച് മടുത്ത അവസ്ഥകളാണോ? നാറ്റം വമിച്ച അവസ്ഥകളാണോ? ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താൽ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് വിടുതലയക്കും? ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വിടുതലയക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിൻ്റെ നാമത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അത് കാണുക തന്നെ ചെയ്യും. നമുക്കൊരു വാക്യം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം.
അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന് പറഞ്ഞു. ആമേൻ. എന്താണ് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു വ്യക്തി പറയുന്നതാണോ? ഹല്ലേലൂയ. ഈ ഉറപ്പ് കർത്താവിന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിലെ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യുവാനും പറയുവാനോ പറ്റാത്ത കാര്യം ആ ഉറപ്പ് തരുവാൻ ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നസ്രയനായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം രക്തസ്രാവക്കാരി സ്ത്രീ, ഹല്ലേലൂയ, അവളൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. എന്ത് തീരുമാനമാ? വിശ്വാസത്തോടെ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ രോഗം ഇന്ന് സൗഖ്യമാകും, എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമുക്കതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകും, എൻ്റെ ജീവിതത്തിലുള്ള രോഗത്തിൻ്റെ അവസ്ഥകൾ മാറും, എൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. അവിടെയാണ് നിൻ്റെ വിശ്വാസത്തെ നീ ഒന്ന് എന്താ പറയുന്നത്, ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം എത്രയുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന് വിശ്വാസത്തോടുകൂടി നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ. ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അവളുടെ വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. അവൾ സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നീ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിൽ വെച്ചാൽ, ഹല്ലേലൂയ, അതിനു മുമ്പായി കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഹല്ലേലൂയ. ഇന്നെനിക്ക് സമയമില്ല പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ഇന്നെനിക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. എന്നാൽ നിന്നെ ഒന്നും കുറ്റപ്പെടുത്തുന്ന ഒരു കർത്താവല്ല. എന്നാൽ കർത്താവുമായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്ന് എടുത്താവട്ടെ ബ്രദറെ. മാത്യു 9:22 ഒന്ന് എടുക്കാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു. ആമേൻ. ഹല്ലേലൂയ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലത് കാണുമ്പോൾ, കർത്താവേ നീ എന്താണിത്? ഹല്ലേലൂയ. കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവ് അതിന് വഴികളെ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അവൾ ഒരിക്കലും അങ്ങനെ ഒരു സാക്ഷ്യം അതിനു മുമ്പേ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, സൗഖ്യം കാണുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് കാണാത്ത ലോകത്ത്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കൊടുക്കൽ വാങ്ങൽ നടക്കും. നീ പ്രാർത്ഥിച്ചിട്ട് കാണുന്നില്ല എങ്കിൽ കർത്താവ് അത് കാണാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ അതിനുവേണ്ടി ഒരു വലിയ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു വിശന്നിട്ട് അത്തിയെ നോക്കി ശപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഒന്നും കാണുവാൻ ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. എന്നാൽ പിറ്റേ ദിവസമായപ്പോൾ എന്ത് സംഭവിച്ചു? ആ അത്തി വേരോടെ ഉണങ്ങി നിൽക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നെൻ്റെ ദൈവപൈതലേ, നിങ്ങൾക്കെതിരായിട്ടുള്ള ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഞാൻ പ്രതിസന്ധിയെ ഉയർത്തുവാനല്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലോ, വിശ്വാസത്തോടെ അത് പറഞ്ഞു വിട്ടാലോ, ഹല്ലേലൂയ, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നിന്നെ വേരോടെ പിഴുതെറിയുവാനുള്ള ശക്തി നിനക്ക് ഞാൻ തന്നിരിക്കുക, പുതിയത് ബിൽഡ് ചെയ്യുവാനുള്ള ശക്തി ഞാൻ നിനക്ക് തന്നിരിക്കുക. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഹല്ലേലൂയ. ഏതിനെയും, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ജയിക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ നിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതൊന്ന് എടുത്താട്ടെ ബ്രദറെ. മാത്യു 18 അധ്യായം അതിൻ്റെ 21, 22 ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന, കർത്താവേ, സഹോദരൻ എത്ര വട്ടം നിന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം എന്ന് 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശുവിനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ചില പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്താതെ പോകുന്നത്, ഹല്ലേലൂയ, എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമില്ലായ്മയോ, നമ്മുടെ
പ്രാർത്ഥനയുടെ കുറവുകളോ ഒന്നും കൊണ്ടല്ല. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും കയ്പ് വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അത് ദൈവം കേൾക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായിട്ട് അതിൽ പറയുകയാണ്. ഹല്ലേലൂയ. നീ ആരോടെങ്കിലും അതെല്ലാം പറഞ്ഞ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിൽ കരം നീട്ടുവാൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു കയ്പോ വിദ്വേഷമോ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അത് ഫലം കാണുകയില്ല. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം ജെറമ്യാ പുസ്തകം 33:3 വായിച്ചാൽ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിച്ചു തരും. ആമേൻ. സ്തോത്രം. കർത്താവ് പറയാ, നീ എന്നെ വിളിച്ചപേക്ഷിക്ക്. നീ ഇതുവരെ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് വിളിച്ചപേക്ഷിക്ക്. ഞാൻ നിനക്ക് മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ എന്ത് ചെയ്യും, ആമേൻ, വെളിപ്പെടുത്തും, നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങളെ അല്ല ഞാൻ ഈ പറയുന്നത്, ഈ ലോകത്തിന് കാണാൻ പറ്റാത്തതിനെ നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. നീ ദൈവസന്നിധിയിൽ കർത്താവിനെ യഥാർത്ഥമായിട്ട് വിളിച്ചാൽ ഈ ലോകത്തിന് കാണാത്തത്, നിനക്ക് പ്രവചനപരമാണോ, നിനക്ക് രോഗത്തിന്റെ സൗഖ്യപരമാണോ വേണ്ടി ഏത് വരത്തെയും തരുവാൻ എൻ്റെ കർത്താവിന് സാധിക്കും. കർത്താവ് പറയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവ് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് എത്ര പേർ അത് വിശ്വസിക്കുന്നു? കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് ഉത്തരമരുളുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ 91:15 പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. കഷ്ടകാലത്തിന്റെ പ്രതിസന്ധിയിൽ നീ ദൈവത്തെ വിളിച്ചാൽ ഹല്ലേലൂയ നിനക്ക് എന്തുണ്ട്, അതിന് മറുപടിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലേ, നീ പ്രതിസന്ധിയുടെ മുന്നിൽ തളർന്നു പോകാനല്ല ദൈവസന്നിധിയിൽ പറഞ്ഞേ, പാ വിരിച്ച് മുട്ടുമാൽ നിന്നാൽ ആ കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. നമുക്കവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. ഹല്ലേലൂയ. ഉണ്ടോ ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി വിടുതലയക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറൊരു ഇത് പറയുകയാണ്, ചോദിക്കൂ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. വചനത്തിനകത്ത് പറയുന്നത് യാചിപ്പീൻ എന്നാണ് കർത്താവിൻ്റെ വചനം അതിനകത്ത് എഴുതിയിരിക്കുക. പക്ഷേ ആസ്ക് എന്നാണ്, ചോദിക്കുക. ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവിൽ നിന്നാണോ നിങ്ങൾക്ക് വേണ്ടിയത്? ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുക തന്നെ. നമുക്കൊരു വാക്യം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കും. ചോദിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. ആമേൻ. സ്തോത്രം പറ. കർത്താവിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചോദിപ്പീൻ എന്നാൽ ലഭിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുവാനല്ല ദൈവം പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കിയാൽ, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ, നീ ചോദിക്കുന്നത് എന്തും തരുവാൻ ഹല്ലേലൂയ എൻ്റെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ബാക്കി വായിച്ചാട്ടെ ബ്രദർ. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ നീ മുട്ടിയാൽ ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു കൂട്ടുകാരൻ ഹല്ലേലൂയ വന്നപ്പോൾ ഇല്ലേ, തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ പോയി ഭക്ഷണം ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ പല പ്രാവശ്യം മുട്ടി. ഹല്ലേലൂയ. എന്നാൽ അവസാനം അവന് മനസ്സലിഞ്ഞു. ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മുട്ടിയിട്ടും ഒന്നും കിട്ടുന്നില്ല എങ്കിലും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, കർത്താവ് ആ ഏത് വഴിയാണെങ്കിലും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കുക തന്നെ ചെയ്യും. ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ
അലയും, എന്നാൽ യഹോവയെ വിളിക്കുന്ന ഒരു നന്മയും കുറവ് വരത്തില്ല. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെയാണോ നീ വിളിച്ചിറങ്ങിയിട്ടുള്ളത്? ഹല്ലേലൂയ. ഇന്ന് പലരും പറയാറുണ്ട്, ഹല്ലേലൂയ, ഇന്ന് പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ വിളിക്കാൻ പോയിട്ട് എനിക്കൊന്നും സാധിച്ചില്ല, ഹല്ലേലൂയ, ഒന്നും കിട്ടിയില്ല, ഹല്ലേലൂയ. എന്നാൽ ഒഴിഞ്ഞ പടകിനെ നിറച്ച ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. നീ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഉറപ്പോടെയും ധൈര്യത്തോടെയും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കിയാൽ, ഹല്ലേലൂയ, കർത്താവ് നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ഹല്ലേലൂയ. നിന്റെ ഒരു ഉപജീവന മാർഗമല്ല കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം തുറന്ന് കർത്താവിന് വേണ്ടി നീ ഇറങ്ങിയാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ അല്ല സ്വർലോകത്തിലെ നിക്ഷേപങ്ങളെ കൊണ്ട് നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും കർത്താവ്. ഹല്ലേലൂയ. മുട്ടുവീൻ, എന്നാൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. എന്താണ് മുട്ടുവാൻ പറയുന്നത്? ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പാപത്തിൽ മുഴുകി കിടക്കുന്ന ഈ ജനതയുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ ഒന്ന് നീ മുട്ടി നോക്കിക്കേ. ഹല്ലേലൂയ. അത് തുറക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. നിന്റെ മേൽ അഭിഷേകം പകരും. ഈ ലോകത്തിലെ ഉള്ളതിനെ നോക്കുവാനല്ല. ഹല്ലേലൂയ. ഒരാത്മാവിനെ നേടിയാൽ സ്വർഗം നിനക്ക് വേണ്ടി അതുവേണ്ടി പ്രതിഫലം ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധം നിനക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും. ഹല്ലേലൂയ. ആ പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് എന്നെ നിന്നെ നേടുവാൻ സാധിച്ചെങ്കിൽ ഈ ലോകത്തിലെ എല്ലാത്തിനും ചപ്പും ചവറുവാൻ എണ്ണുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കേണ്ട ഉറപ്പെന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് ഒരിക്കലും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ഇതിൽക്കൂടെ കാണുന്നവർ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാണുന്നില്ല എങ്കിലും മടുത്തു പോകല്ലേ. നീ മുട്ടുമടക്കിയാൽ ദൈവം അത് നിനക്ക് വേണ്ടി വഴികളെ തുറന്നിരിക്കും. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് തക്ക സമയത്ത് കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തക്ക സമയത്ത് പറഞ്ഞാട്ടെ, തക്ക സമയത്ത് എനിക്ക് വേണ്ടി വഴികളെ വാതിലുകളെ തുറക്കുക. നമുക്കൊരു വാക്യം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം, ഹല്ലേലൂയ, അതിൻ്റെ 16-ാം അധ്യായം, അതിൻ്റെ 23-24 ഒന്ന് വായിച്ചാട്ടെ. 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാവും തക്കവണ്ണം അത് ലഭിക്കും. ആമേൻ. കർത്താവിന്റെ വചനം പറയാണ്, ഇന്ന് എൻ്റെ നാമത്തിൽ, ആരുടെ നാമത്തിലാ? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ, ഹല്ലേലൂയ, അത് പിതാവ് മഹത്വപ്പെടേണ്ടതിന് എന്നിലൂടെ എന്ത് ചെയ്യും? ലഭിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഞാൻ ആരിലാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്? പിതാവ് എന്നിൽ മഹത്വപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അല്ല, ആ കർത്താവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി വേണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്നിൽ നിന്നുള്ള കൃപാവരങ്ങൾ എൻ്റെ മേലൊന്ന് വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അത് വരുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും കാണുവാനിടയായി തീരത്തില്ല. ഹല്ലേലൂയ. അതൊക്കെ ചപ്പും ചവറുമെന്ന് എണ്ണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത്. ആ വചനം നിൻ്റെ ഉള്ളിൽ ഹൃദയപലകയിൽ എഴുതിയാൽ ഈ ലോകത്തിലെ ഉള്ളതിനെ ഒന്നിനെയും നീ നോക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്കൊരു വാക്യം പെട്ടെന്ന് വായിക്കാം ബ്രദറെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. എബ്രായർ 4:16 വായിച്ചാട്ടെ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. നമുക്ക് എവിടെയാ ചെല്ലേണ്ടത്? ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ മുന്നിലാണോ ചെല്ലാൻ പറയുന്നത്? അല്ല. തക്ക സമയത്ത് കൃപ ലഭിപ്പാനും, തക്ക സമയത്ത് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കർത്താവിന്റെ കൃപാസനത്തിന്റെ മുമ്പാകെ ചെല്ലുവാനാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഈ ലോകത്തിലെ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുവാനാണോ പറയുന്നത്? ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ
കർത്താവ് നമുക്ക് വേണ്ടി വിടുതൽ അയക്കുക ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് അടുത്തൊരു വാക്യങ്ങൾ എടുക്കാം. നീതിമാന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നീതിയുള്ളവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ കളങ്കത്തോടെ നമ്മൾ മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കുമോ? നീതിമാന്റെ പ്രാർത്ഥന അത് ശ്രദ്ധയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം പെട്ടെന്ന് വായിക്കാം. യാക്കോബിൻ്റെ 5:14-16 ഒന്ന് വായിച്ചാട്ട് ബ്രദറെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ. അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ മരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കും. ആമേൻ. അവിടെ പറയാണ് നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഏറെ ഫലിക്കും. നമുക്കറിയാം, നമ്മൾ ചില ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും. ഹല്ലേലൂയ. കാരണം അവരുടെ ഹൃദയത്തിൽ ഈ പാപം ചെയ്യുന്നതൊന്നും അവർക്കറിയുന്നില്ല. എന്താണ് അവർ ചെയ്യുന്നത്? നമ്മളവിടെ എന്ത് ചെയ്യുകയാണ്? അവർക്ക് വേണ്ടി ഇടയിൽ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ ഇടയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഉള്ളത്തിൽ എന്ത് വരും? പാപബോധം വരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവൻ ആ പാപത്തിലേക്ക് തന്നെ കടന്നു പോകുവാനിടയായിത്തീരും. എന്നാൽ അവൻ സുവിശേഷം കേൾക്കുമ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകും? മാനസാന്തരം ഉണ്ടാകും. അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് ബ്രദറിന്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതിൻ്റെ 16 യാക്കോബിൻ്റെ സുവിശേഷം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ. അവിടെ പറയുകയാണ് നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഹല്ലേലൂയ വളരെ ഫലം കായ്ക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ആരോടെങ്കിലും കയ്പ് വെച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന അത് സ്വർഗം കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ, എന്നെ നിർത്തിയതിനായി നന്ദി. എനിക്ക് തന്ന കുഞ്ഞുങ്ങൾക്കായി നന്ദി. ഹല്ലേലൂയ. എൻ്റെ ആരോഗ്യത്തോടെ നടത്തിയതിനായി നന്ദി. എത്ര പേർ പറയും? നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് ശ്വസിക്കുവാൻ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വേണ്ടി എല്ലാം കരുതിയതാ അല്ലേ? നമ്മൾ എത്ര പേർ നന്ദിയുള്ളവരാണ്? ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവ് തന്ന എല്ലാത്തിനും നമ്മൾ പഴിയും പരാതിയും പറയുകയല്ലാതെ, എന്നോടുകൂടെയാണ് ഞാൻ ഈ പറയുന്നത്, ചില കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പെറുപെറുക്കാറുണ്ട് അല്ലേ? എന്നാൽ കർത്താവ് പറയുക നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരായി തീരുവാൻ ഹല്ലേലൂയ ഉള്ളവരായി ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. നമുക്കൊരു വാക്യം എടുത്തേച്ച് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ഇവിടെ ഒന്ന് വായിച്ചിട്ട് ബ്രദറെ. വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ആമേൻ. അവിടെ പറയുകയാണ് നിങ്ങളുടെ സകല ആവശ്യങ്ങളും എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ തൻ്റെ സന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഇന്ന് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കായും എല്ലാ നന്മകൾക്കായും ഹല്ലേലൂയ. എത്രയോ പേർ ഈ സമയത്ത് രോഗത്തിൻ്റെ അവസ്ഥകളിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. എത്രയോ പേർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നു. മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ജീവിക്കുന്ന അനേകരുണ്ടപ്പാ. അവിടുന്ന് എല്ലാം ഞങ്ങളെ കാത്ത് പരിപാലിച്ച ആ നന്മയോർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ഈ ഞായറാഴ്ച കാലം ഞങ്ങൾക്ക് ഒന്നിച്ചു വന്ന് ധൈര്യത്തോടെ നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് തന്ന പ്രാഗൽഭ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയുള്ളവരായി തീരുവാൻ കർത്താവെ നമ്മളെ ഓരോരുത്തരെയും കർത്താവെ നന്ദിയുള്ളവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയുടെ മുന്നിൽ മുട്ടിമടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്കതിന് മറുപടിയുണ്ട്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കിയാൽ ലോകം
നിനക്ക് വേണ്ടി മുട്ടുമടക്കും. ഹല്ലേലൂയ. നമ്മൾ നന്ദിയുള്ളവരായി തീരണം. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ അത് ലഭിച്ചുവെന്ന് നമുക്ക് ലഭിച്ചുവെന്ന് ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മുന്നിൽ ഒന്നും കാണുന്നില്ല എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി നീ പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥന എന്ന യാഗപീഠത്തെ പുതുക്കി പണിയുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എവിടെയാണോ പ്രാർത്ഥനയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നത്, ഹല്ലേലൂയ, കുടുംബങ്ങളിൽ കർത്താവെ ആ പ്രാർത്ഥനയുടെ യാഗപീഠങ്ങളെ പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ അതിന് മറുപടി ലഭിക്കുന്നത്. നമ്മൾ എവിടെയാണോ പ്രാർത്ഥനയുടെ കുറവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെയെല്ലാം നമ്മൾ ഒന്നുകൂടെ കർത്താവെ കൂടുതലായി വരുവാനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാണുന്നില്ലയോ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ കൃപയാൽ ദൈവം ഓർപ്പിക്കുന്നു. പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് ബെന്നിവേർ പറഞ്ഞപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. പത്രോസ്ലീഹ കാരാഗൃഹത്തിൻ്റെ അകത്ത് വേറൊരു ഭാഗത്ത് കിടക്കുക, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നിടത്ത് പത്രോസ്ലീഹായിനെ കൊണ്ടുവന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് ഭയങ്കരമായിട്ടൊരു മർമ്മമാണ്. പ്രാർത്ഥിക്കുന്നവന് ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ അത്ഭുതമാക്കി കൊണ്ടുവരാൻ കഴിയും. ഒരു നിമിഷം നമുക്ക് എണീക്കാം വേഗത്തിൽ. ഇന്ന് ആ ഒരു വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് വീണ്ടും വീണ്ടും നമ്മളെ നിർബന്ധിക്കും. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇന്ന് ഭാരപ്പെട്ടത്, നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് അതിനെ കൊണ്ടുവരാൻ പറ്റും. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ അത്ഭുതത്തെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോകുക, എൻ്റെ വിഷയത്തെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോകുക? ഇന്ന് എല്ലാവരും അല്പനേരം യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങൾ ആ സാഹചര്യം ഒന്ന് കണ്ടേ. പത്രോസ്ലീഹ കാരാഗൃഹത്തിൻ്റെ അകത്ത് വേറൊരു ഭാഗത്ത് കിടക്കുക, കാവൽക്കാര് ആ പൂട്ടിയിട്ടിരിക്കുക. എന്നാൽ മറു സൈഡിൽ സഭ പ്രാർത്ഥിക്കുന്നു. ഒറ്റ ലക്ഷ്യം, ഈ മുറിക്കകത്ത് പത്രോസ് വരണം, ഈ മുറിക്കകത്ത് പത്രോസ് വരണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചോ പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ നിങ്ങളുടെ അത്ഭുതം ഇറങ്ങി വരിക തന്നെ ചെയ്യും. നമ്മുടെ വിഷയത്തെ വലിച്ചടിപ്പിക്കുവാൻ ഇന്ന് വിശ്വസിച്ചോ. എൻ്റെ വിഷയം എത്ര വലുതാണെങ്കിലും എൻ്റെ മുറിയിൽ ഞാൻ അത്ഭുതത്തെ കൊണ്ടുവരുവാൻ പ്രാർത്ഥന ഒരു ആയുധമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ യുദ്ധം ചെയ്യുകയാണ്. യേശുവിൻ്റെ ഒന്ന് ഇമാജിൻ, ഒന്ന് കണ്ണടച്ചോട്ട് ഒന്ന് കണ്ടേ. പത്രോസ്ലീഹ കാരാഗൃഹത്തിൻ്റെ അകത്ത് കിടക്കുക, അത് പൂട്ടിയിരിക്കുകയാ, കാവൽ കാക്കുവാൻ ആളെ ഏൽപ്പിച്ചിരിക്കുക. ഹെരോദാവിൻ്റെ കൽപ്പനയുണ്ട്, സഭ പ്രാർത്ഥിക്കുക. പത്രോസ് ഈ മുറിക്കകത്ത് വന്നേ പറ്റത്തുള്ളൂ, പത്രോസ് പുറത്തിറങ്ങിയേ പറ്റത്തുള്ളൂ. ജാമ്യക്കാരില്ല, വക്കീലില്ല, മന്ത്രിയില്ല, റെക്കമെൻഡേഷൻ ഇല്ല, നിയമം എതിരാ. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ നീ കൊണ്ടുവരും. നിന്റെ മുറിക്കകത്ത് മിറക്കിൾ കൊണ്ടുവരും. നിന്റെ പ്രാർത്ഥന മുറിയിൽ. ഓ യേശുവേ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. ഓ റിയ ബറബസിയ Shito Maria Shventela Mariandele Uda Rabeke Neshwa Tere Bere Bere Rokoba Shvanta Hasiandere Diba Lash Bahiriandere. ഇന്ന് കണ്ടേ, ഇന്ന് ആ വാക്യം ഇന്ന് സഹോദരൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ചില സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുക. നിയമമെതിരാ, പിശാചെതിരാ, ലോകമെതിരാ. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിൽ മറുപടി കൊണ്ടുവരുന്നൊരു ദൈവം. റോഷാന്റെലെ മെറിയ. നമുക്ക് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു സ്ഥലത്ത് സഭ പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് ദൂതൻ ഇറങ്ങിയ, ദൂതൻ മറുപടിയെ കൊണ്ടുവരുന്ന വിഷയം. പത്രോസിനെ ദൂതൻ കൊണ്ടുവരിക. സ്വർഗത്തിലെ ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് റെഡിയായി നിൽക്കുക. സമയം വൈകിട്ടില്ല. ഇന്ന് കേട്ടതുപോലെ അത് വരും, അത് നടക്കും. ജീസസ് തക്ക സമയത്ത് നിവർത്തിയാകും.
പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. 2025 എന്നെ വിട്ടു പോകുക, പക്ഷെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ മറുപടികളെ കൊണ്ടുവരും. ഓ സേരെ, പ്രാർത്ഥിക്കുന്നവൻ യുദ്ധം ചെയ്യുകയാ. ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥന ഒരു വാറാണ്, സ്പിരിച്വൽ വാർഫെയർ ആണ് പ്രാർത്ഥന. ഇന്ന് നിങ്ങളോട് മല്ല് പിടിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, ഇന്ന് നടുവാനും പൊളിക്കുവാനും പണിയുവാനും ഉന്മൂലനം ചെയ്യുവാനും ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുക. രാജാക്കന്മാർക്കും രാജ്യത്തിനും. ഇന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ വിഷയത്തെ പ്രാർത്ഥന മുറിയിൽ കൊണ്ടുവരും. തീരുമാനിച്ചോ, എൻ്റെ മിറക്കിൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഉണ്ടാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പത്രോസ് വന്നെങ്കിൽ, പത്രോസ് കാരാഗ്രഹത്തിന്റെ അകത്തു നിന്നും, പൂട്ടിയിട്ട മുറിയിൽ നിന്നും, പൂട്ടിയിട്ട കാരാഗ്രഹത്തിന്റെ അകത്തു നിന്നും, ഹെരോദാവിന്റെ കൽപ്പനയ്ക്കകത്തു നിന്നും പത്രോസ് പ്രാർത്ഥിക്കുന്നു. നോക്കിക്കേ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. നിങ്ങളിപ്പോൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ എത്ര വലുതാ, പക്ഷെ ഈസി ആയിട്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അവര് ഫോക്കസ് ചെയ്യുക. പത്രോസ് ഇവിടെ വേണം, ഞങ്ങൾക്ക് ജാമ്യം എടുക്കാൻ വക്കീലില്ല, നിയമം എതിരാണ്, രാജാവ് എതിരാണ്, കാവൽക്കാരുണ്ട്, പക്ഷെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങും, ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അന്യഭാഷ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്ത് എനിക്ക് വേണ്ടി തീ ഇറക്കുന്നൊരു ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, തീ കൊണ്ട് മറുപടി നൽകുന്നവൻ, സൈന്യങ്ങളുടെ യഹോവയായവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഓ രക്തസ്രാവക്കാരിയെ പോലെ തീരുമാനിച്ച്, ദൈവദാസൻ സംസാരിച്ച് രക്തത്താവയൊക്കെ തീരുമാനിച്ച്, ഇന്ന് ഞാൻ വിടുതൽ കാണും, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അത്ഭുതം കാണും. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നവൻ എരിവുള്ളവനാ. ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ആരാധിച്ചോ ആരാധിച്ചോ, വിട്ടുകൊടുത്തോ വിട്ടുകൊടുത്തോ. യേശുവേ, ഉള്ളം കത്തട്ടെ. യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തി എന്നാ പറഞ്ഞത്. അവരൊരു തീക്കകത്ത് നിൽക്കുന്ന അനുഭവം ഉണ്ടായി. Soko Raima Kalaro Santa Mariantere Shabrakatiye Schweita Hasiandere Rokoma Sakarariantere Shokalabariandere. നിനക്ക് മോർദെഖായിക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ല, കാരണം അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ഉയരുന്ന ഒന്നും ഒരായുധവും ഫലിക്കത്തില്ല. ശാലഖോബറിയാന്തരെ റാതപേസെ തേപെ റേകെ ബേരെ റോകപേകെ റിയാന്തരെ. ഓ യേശുവേ, നിയമങ്ങൾ മാറും, നിയമങ്ങൾ മാറും. രാജാക്കന്മാർ അനുകൂലമാകും, അധികാരികൾ അനുകൂലമാകും. എതിർത്ത് നിൽക്കുന്ന കള്ളപ്പിശാചെ, സകല ഈവിൾ സ്പിരിറ്റുകളെ, ദേശത്തിന്റെ ശക്തികളെ ആത്മാവിൽ വെട്ടി മാറ്റുന്നപ്പ ആത്മാവിൽ ശക്തിപ്പെട്ടു. Shalato Moria Tema Santa Haze Ri Ashoka Barala Besere Ri Aboshema Kose. Oh Yeshua, oh Yeshua, thank you Holy Spirit, thank you Holy Spirit. ഇന്ന് എനിക്കത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച്, കാരാഗ്രഹത്തിൻ്റെ അകത്ത് പൂട്ടിയിട്ടവനെ ലോകപ്രകാരം ജാമ്യം എടുക്കണം. ഹെരോദാവ് ജാമ്യം കൊടുക്കത്തില്ല, രാജാവ് സമ്മതിക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ഒരു ജാമ്യക്കാരനും വേണ്ട, ഒരു വക്കീലും വേണ്ട. നിന്റെ മുറിക്കകത്ത് പ്രാർത്ഥനയുടെ മറുപടിയെ വലിച്ചടിപ്പിക്കുവാൻ ആത്മാവിൽ യുദ്ധം ചെയ്യുന്നതാണ് പ്രാർത്ഥന. ഇന്ന് പ്രാർത്ഥനയുടെ ശക്തിയെ ചെറുതായി കാണരുത്. പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവൻ അറിയാം യുദ്ധം ചെയ്യുക. Shabakala Mara Zandahariantere Shatarama Sateria
ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങും. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ മരിച്ചു മൺമറഞ്ഞു പോയതാണെങ്കിലും ഇന്ന് ബൈബിൾ പറയുന്നു മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് ജാഗരിച്ചു. അവൻ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നവനെ. പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നവനെ. പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നവനെ. പ്രാർത്ഥിക്കുന്നവൻ സാഹചര്യത്തോട് യുദ്ധം ചെയ്യുക. നടക്കാത്ത കാര്യങ്ങൾ നടക്കും. ഈ വർഷം തീരുന്നതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അനുകൂലമായ വിധികൾ വെളിപ്പെടാൻ പോകുക. സൈന്യത്താലല്ല ശക്തിയാലല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു ആത്മനദി. ആത്മനദി, ആത്മനദി, ആത്മനദി. ഓ യേശുവേ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാ. എന്റെ ദൈവം എനിക്ക് അനുകൂലമാ. എന്റെ ദൈവം എനിക്ക് അനുകൂലമാ. എന്റെ ദൈവം എനിക്ക് അനുകൂലമാ. ഒരു നിയമത്തിനും ഒരു ശത്രുവിനും ഒരു പിശാചിനും സാഹചര്യത്തിന് മാറാൻ പറ്റും. നിങ്ങളുടെ അത്ഭുതത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറ്റും. ഓ യേശുവേ, കൃപ 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 കൃപ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നത് ധ്യാനിക്കേണ്ട വചനമാ കേട്ടോ. വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമായത്. കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്നവനെ പ്രാർത്ഥന മുറിക്കകത്ത് കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ, ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ആദിമ സഭയ്ക്ക് മനസ്സിലായി ഞാനിപ്പോ കടന്നു പോകുന്ന വിഷയത്തിന് പ്രാർത്ഥന കൊണ്ട് ഞാൻ മറുപടി കാണും. പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിക്കും. പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിക്കും. ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ മേലാൽ കാണത്തില്ല. തീരുമാനിച്ചോ ബ്രദർ, തീരുമാനിച്ചോ. തലമുറ എന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം അത്ഭുതമാക്കി മാറ്റും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികളോട് പറ എനിക്ക് നിന്നെ ചുമക്കാൻ കഴിയത്തില്ല. വേദനയോട് പറ എനിക്ക് നിന്നെ ചുമക്കാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. Roba svita hasiale, rosa bateriantere, svita presiantele, shila korama siantere, maro, shita baho, swata briantere, gora kalabaka rakasian, neko barakasiantere. യേശു ജീവിക്കുന്നു പ്രിയരെ. നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. നിങ്ങൾ പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. നിങ്ങളുടെ മുറി ഒരു മാളിക മുറിയാക്ക്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്നു, ഇന്ന് വചനപ്രകാരം പറയുക, നിങ്ങളുടെ അത്ഭുതത്തെ മുറിക്കകത്ത് കൊണ്ടുവരാം. നിങ്ങളുടെ അത്ഭുതത്തെ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ദൂതന്മാര് കൊണ്ട് തരും. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. യേശു പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. ഇന്ന് യുദ്ധം ചെയ്യാം, യുദ്ധം ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇന്ന് സഭയിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ആൾക്കാരൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ബൈബിളിന്റെ മർമ്മം അകത്ത് കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന യഹോവ കേൾക്കും. യഹോവ കേൾക്കും, യഹോവ മറുപടി നൽകും. ഓ യേശുവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കായി സ്തുതി. സാന്നിധ്യത്താൽ നിറയ്. ലോകത്തിൽ ദൈവത്തിന് ഒരു രാജാവുമില്ല. ദൈവത്തിന് ഒറ്റ രാജാവുള്ളൂ. അവൻ സൈന്യങ്ങളുടെ യഹോവയായവനാ. സറാഫുകൾ വാഴ്ത്തുന്നവനാ. അവൻ സകലന്മാർക്കും ഉന്നതനായവനാ. ഈ ദൈവത്തെയാ നമ്മൾ രാജാവെന്ന് വിളിക്കുന്നത്. ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. വിശ്വസിച്ചോണം. 2026 എൻ്റെ മുമ്പിലെ വെല്ലുവിളികളെ പിടിച്ചടക്കുന്ന വർഷമാണ്. ഓ യേശുവേ,
ഇന്ന് ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആരാധിച്ചു. യേശു സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തി, അവർ അകത്ത് ചൂട് പിടിച്ചു. ആത്മാവിൽ ആരാധിക്കുന്നവൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു പറയുന്നത് നടക്കും, നടക്കും. പറ, ഞാൻ രാജ്യങ്ങളിൽ പോകും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. അതിന് വിരോധമായി ഉയരുന്ന ദുഷ്ടപിശാചേ, നിന്റെ കോട്ടകളെ ഇടിക്കുവാൻ എല്ലാ ഇസബേലിന്റെ സ്പിരിറ്റുകളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ ആത്മാക്കൾ ഒഴുകട്ടെ. Osbeteria lebakaria losakeria roka sekete mahochia leto bri ashwaketeria rika seketeria ri abashwankena hospitali ri abarobala ri ala tohasiatere roka basetereba urala barabala o yeshwe ഓ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ മറുപടിയെ മുറിക്കകത്ത് കൊണ്ടുവരാം. ഏത് രാജ്യത്ത് നടക്കുന്ന വിഷയത്തെയും നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് കൊണ്ടുതരുവാൻ ദൂതന്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് സഭയ്ക്ക് മനസ്സിലായി, പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ പത്രോസിന്റെ കെട്ട് പൊട്ടിക്കും, കാരാഗ്രഹത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കും, ഹെരോദാവിന്റെ ആലോചന പൊട്ടിക്കും, യഹൂദന്റെ ആഗ്രഹത്തെ പൊട്ടിക്കും. പത്രോസ് ഇവിടെ വരും. നിങ്ങളുടെ അത്ഭുതം വരും. പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. എന്നാ വലിയ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ മുട്ടും മടക്കും. എത്ര വലിയ വിഷയമായിക്കോട്ടെ, മുറിക്കകത്ത് കൊണ്ടുവരണം. ഇന്ന് മുതൽ മാളിക മുറിയാക്ക്, നിങ്ങളുടെ മുറി മാളിക മുറിയാക്ക്. 120 പേര് കൂടിയിരുന്നപ്പോൾ അതിനെ ഇളക്കി പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ നിങ്ങളുടെ മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് പരിശുദ്ധ ആത്മാവിനാലാണ്. പിടിച്ചാ കിട്ടത്തില്ല. 2026 ഒരു റബ്ബർ പന്ത് എറിയുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എറിയട്ടെ. എറിയും തോറും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് യേശുവിന്റെ സാക്ഷിയാകും. യേശു പറഞ്ഞതുപോലെ കിടക്കിയെടുത്ത് നടന്നു. നീ രോഗിയായി ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറ, എനിക്ക് വേദന ചുമക്കാൻ പറ്റത്തില്ലെന്ന് പറ, എനിക്ക് ഈ ഭാരം ചുമക്കാൻ പറ്റത്തില്ല പറ. എൻ്റെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്, എൻ്റെ ദൈവം യേശുവാണ്. ഓ പരിശുദ്ധാത്മാവേ, ഓ യേശുവേ, ഓ ഹല്ലേലൂയ, ഓ യേശുവേ, ഓ യേശുവേ, യേശുവേ, യേശുവേ. ആ ഡോറുകൾ തുറന്നു വരുന്നു. കാരാഗ്രഹത്തിന്റെ എത്ര വലിയ പൂട്ടാണെങ്കിലും പൊട്ടും, എത്ര വലിയ കാവലാണെങ്കിലും അവർ തകരും, എത്ര വലിയ പൂട്ടിട്ടാലും പൊട്ടും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഏത് പൂട്ടും പൊട്ടും, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഏത് പൂട്ടും പൊട്ടും. ഏത് രാജാവും തോക്കും, ഏത് രാജ്യവും മുട്ടുമടക്കും. പ്രാർത്ഥനയിൽ കേറ്, മാളിക മുറിയിൽ കേറ്, ആത്മാവിൽ പ്രാർത്ഥിക്ക്, ആത്മമണ്ഡലത്തിൽ ഫൈറ്റ് ചെയ്യ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഭയങ്കരമായ ഒരു സാന്നിധ്യം, ഭയങ്കരമായി ഇന്ന് കേട്ട ഈ വചനം മുഴുവനും ചലിക്കുക, ഭയങ്കരമായ ഒരു ചലനത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക. ഏറ്റെടുത്തോ, ഇന്ന് 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 ഞാൻ റിസൾട്ട് കാണും. ഇന്ന് ഞാൻ റിസൾട്ട് കാണും. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല.
എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ അറിവിൽ പ്രാർത്ഥിക്ക്. ഓ യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. നന്ദിയേകിടും, നന്ദിയേകിടും, ഇത്രത്തോളം ദയ തോന്നി നടത്തിയത്. ഓ യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇത്രത്തോളം കർത്താവേ ദയ തോന്നിയ നടത്തിയത്. കഴിവല്ല കർത്താവേ. ഇന്ന് കർത്താവെ പ്രിയാഭിഷത്തിനോടുള്ള കേട്ട വചനങ്ങളൊക്കെയും അപ്പം ഇന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും കർത്താവെ പ്രാർത്ഥിക്കുന്നവരായി. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങൾ സാധ്യമാകും. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥന മുറിയിൽ കയറും? ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടതല്ലേ. ഒരു വക്കീലോ ഒരു മന്ത്രിയോ ഒരു സാഹചര്യം അനുകൂലമല്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അറിയാം എൻ്റെ മുറിയിൽ ഞാൻ കൊണ്ടുവരും. ഈ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കണം. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആരെയാ വിളിക്കുന്നത്, ഞാൻ ആരെയോടാ സംസാരിക്കുന്നത്, എൻ്റെ ദൈവം ആരാന്നുള്ള ഉറപ്പിൽ പ്രാർത്ഥിക്ക്. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ മറുപടി കൊണ്ടുവരുന്നത് വരെ ഞാൻ ഈ പ്രാർത്ഥന തുടരും. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് ഇത്രത്തോളം ദൈവം നടത്തിയ വഴികൾക്കായി സ്തുതിക്കുന്നപ്പ. ആമേൻ. ഈ ദൈവ സാന്നിധ്യം നമുക്കറിയാം. ഇന്ന് അസാധാരണമായ കർത്താവിൻ്റെ സാന്നിധ്യം തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഉണ്ട്. നമ്മളെ നിർബന്ധിക്കുക ദൈവം. നിങ്ങൾക്കറിയാമോ, കർത്താവിന് ആളെ വേണം. കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ ആളെ വേണം. ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കും. നിങ്ങളുടെ കഴിവ് വേണ്ട ദൈവത്തിന്, നമ്മുടെ പ്രാപ്തി വേണ്ട. എത്ര വലിയവനെയും ദൈവത്തിന് വീഴ്ത്തുവാൻ ഒരു കഴുതയുടെ ആവശ്യമുള്ളൂ. ദുർമന്ത്രവാദിയ ബിലിയാമിനെ പിടിക്കാൻ ദൈവത്തിൻ്റെ കഴുതയെ ഉപയോഗിച്ചെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. അപ്പം കർത്താവിനെ ആരെ ഉപയോഗിക്കാൻ പറ്റും? നമ്മളെ ദൈവം ഉപയോഗിക്കും. ഉപയോഗിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല, എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കും. അതിനുവേണ്ടി എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ വലിയ നിർബന്ധം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം 20-ാം തീയതി നമ്മൾ ഈസ്റ്റ് ഹാമിൽ അന്യഭാഷാ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ, ലൈവിൽ കാണുന്നവർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വരാം. അതിനുശേഷം നമ്മളതിന് ഉച്ച കഴിഞ്ഞൊരു ഡെലിവറൻസ് പ്രയർ പോലെ ഇവിടെ ക്രമീകരിച്ചിരിക്കുക. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ഇന്നലെ ഒരു സഹോദരി വിളിക്കാൻ ഇടയായി തീർന്നു. സഹോദരി ഇന്ത്യക്കാരിയല്ല, ആഫ്രിക്കനായിട്ടൊരു സഹോദരി വിളിച്ചിട്ട് അവർ പറയുക, അവർക്ക് ഒരുമിച്ച് പോകുവാൻ ഒരു നിയോഗം, ഒരു സ്വത്രം പറഞ്ഞോട്ടെ, ഒരു ആഗ്രഹം, ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൾക്കാരെ ദൈവം കണക്ട് ചെയ്യും. അവരവിടെ ഹോൾ എടുത്തിരിക്കുക, അവർക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വിളിച്ചിട്ട് പറയുക, ഒന്ന് ഒരുമിച്ച് പോകുവാൻ ഒരു ആഗ്രഹം, ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ തേടിപ്പോയതല്ല, നമ്മുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് തേടിപ്പോയതല്ല, ഇങ്ങോട്ടൊരു സജഷൻ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞ സഹോദരി, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറയാം. കാര്യം ദൈവത്തിൻ്റെ തീരുമാനം നമുക്ക് അറിയത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആകർഷണം ഉണ്ടാകും. രാജ്യങ്ങൾ ആകർഷിക്കും, പ്രഭുക്കന്മാർ ആകർഷിക്കും. ഇന്ന് നമ്മുടെ വിഷയങ്ങളെ നമുക്ക് ജയിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ ദിവസങ്ങളിൽ വേർതിരിക്കുക, സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ല, ദൈവത്തിന് എക്സ്ക്യൂസ് വേണ്ട. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ, പത്രോസേ, നിനക്ക് ഉറക്കം വന്ന് ക്ഷീണിതനായി നീ കിടക്കുക, പക്ഷെ നീ ഉണർന്നേ പറ്റത്തുള്ളൂ. നീ ഈ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നീ പരീക്ഷകളെ ജയിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2025 നമ്മളെ വിട്ട് മാറിപ്പോവുക. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുക. ഈ ശരീരവും രക്തവും നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അനേകർ യേശുവിലേക്ക് വരണം. നാം ഇത് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ജീവൻ വ്യാപരിക്കുക. ഈ ജീവനോടെ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ഉറപ്പിച്ചോണം, ഞാൻ ചെല്ലുന്ന എപ്പോഴും പറ, കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. യേശു പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും ആകർഷിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളിത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആളുകൾ വരും, അവരെ സൗഖ്യമാക്കുവാൻ, അവരെ വിടുവിക്കുവാൻ, ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ നിങ്ങളുടെ അകത്ത് ജീവനുണ്ട്. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി.
എൻ്റെ കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം ആകുന്നു. ഇത് ഭക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ യോഗ്യതയല്ല, കർത്താവ് എന്നെ യോഗ്യനാക്കിയതാണ്. ദൈവം എന്നെ വിശുദ്ധനും നീതിമാനും ആക്കിയിരിക്കുന്നു. അവണ്ണം തന്നെ താൻ കഴിഞ്ഞ ശേഷം കർത്താവ് പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. നമ്മൾ നിയമത്തിൻ്റെ അകത്താണ്. പിശാചിന് ഭയപ്പെടുന്നൊരു കാര്യം, അവൻ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ കവാടത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇത് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് ഏത് രോഗമുണ്ടോ, ഇത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയാം, ഏത് രോഗമുണ്ടോ പറഞ്ഞോണം, ഇത് ഭക്ഷിക്കുമ്പോൾ എൻ്റെ അകത്ത് സൗഖ്യം നടന്നിരിക്കും. എൻ്റെ അകത്ത് ജീവൻ വ്യാപരിച്ചാൽ രോഗത്തിൻ്റെ ലക്ഷ്യം എന്നെ കൊല്ലുക എന്നാണെങ്കിൽ ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ലക്ഷ്യം എൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കാം. നമുക്ക് ഒരുമിച്ച് അപ്പവീഞ്ഞങ്ങൾ കരത്തിലെടുത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചാണ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടത്. എല്ലാവരും കരത്തിലെടുത്ത് പിടിച്ചാട്ടെ. നിൻ പാപം പോകുവാനല്ലയോ മുള്ളുകൾ ശിരസതിലാഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുക മകളേ മകളേ നീ മാന്യനായിടുക. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു യേശുവേ മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യാം. വചനം പറയുന്നത് പോലെ ഈ അപ്പവും രക്തവും ഒന്നായതുകൊണ്ട് പലരായ നമ്മൾ ക്രിസ്തുയേശുവിൽ ഒന്നാണ്. ഇതിലേക്ക് അനേകരെ ഒന്നാക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ഒരു നിമിഷം കണ്ണടയ്ക്കാം. അതിനു മുമ്പ് ഇന്ന് ബെന്നി ബ്രദറും സിസ്റ്ററും റോൺലിമോനും അവർ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ പുതിയ ഭവനത്തിലേക്ക് അവർ അത് കാണുവാനും അവിടെ പ്രവേശിപ്പാനും അവർ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് അവരെ ബ്ലസ് ചെയ്ത് അയക്കാം. അവർ പോകുന്നത് കർത്താവ് ഇന്നൊരു വെക്കേഷൻ ആയിട്ടാണെങ്കിലും കർത്താവ് ഒരു കർത്താവിൻ്റെ ഭക്തനെ ഒരു കുടുംബത്തിൽ ദൈവദാസന്മാരെ ദൈവം അയക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. കർത്താവെ പട്ടണത്തിൽ ചെല്ലുമ്പോൾ പോകുന്നത് ഭവനം പണിയോട് ബന്ധപ്പെട്ട അതിൻ്റെ കർത്താവെ ഇത് കീർത്താമസത്തിനാണെങ്കിലും ഹൗസ് ഫാമിനായിട്ട് അവർ പോകുന്നതെങ്കിലും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുക. ഞങ്ങളവരെ പ്രാർത്ഥിച്ച് നയിക്കുന്നപ്പാ കർത്താവെ ഈ ചില ദിവസങ്ങൾ കർത്താവെ ഞങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുമ്പോഴും ആ സ്ഥലത്ത് കർത്താവെ അവിടെ ചെല്ലുന്ന ഓരോ പട്ടണത്തിലും ഓരോ ഭവനത്തിലും എൻ്റെ യേശു ഞങ്ങളുടെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ ദൈവം കുടുംബത്തെ കർത്താവ് നടത്തുന്നതിന് നന്ദി പറയുന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ആ ചടങ്ങുകളൊക്കെ ഏറ്റവും ഭംഗിയായി നടത്തും. പ്രത്യേകിച്ച് സഹോദരനെ കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ആരോഗ്യത്തോടെ കർത്താവെ ബലത്തോടെ അവിടെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ ആ ഭവനത്തിൽ അവർ കയറി താമസിക്കുമ്പോൾ ദുഷ്ടൻ്റെ ആശ അവിടെ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ആ ദേശത്ത് തന്നെ ഒരു സാക്ഷ്യമായി മാറട്ടെ. അപ്പോൾ ആ ഭവനം കർത്താവെ അനേകർക്ക് വന്ന് ആശ്വാസമാകുന്ന ഒരു പ്രാർത്ഥന ഭവനമായി അത് തീരട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ അതിനെ പ്രാർത്ഥിച്ച് കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ആക്കി വെക്കുന്നു. അപ്പോൾ ആ കാലുകുത്തുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അവിടെ കൂടി വന്ന ദൈവമക്കളുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രിയമക്കളൊരു അനുഗ്രഹം തീരട്ടെ. പ്രത്യേകിച്ചപ്പ പ്രിൻസിപ്പലിനോട് നന്ദി പറയുന്നപ്പോൾ വീണ്ടും കാണുവാൻ ദൈവം സഹായിച്ചപ്പോൾ വീണ്ടും പ്രിയ മകനെ ദൈവം ഞങ്ങളുടെ ഇടയിൽ അയക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങക്ക് വലിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ തലമുറയുടെ കാര്യമോർത്ത് ഭാരപ്പെടുവാണ്. ഇന്ന് കേട്ട വചനം പോലെ എത്ര വലിയ കാരാഗ്രഹമാണെങ്കിലും പ്രാർത്ഥന മുറിയിൽ അത് അത്ഭുതമായി തീരും.
കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നപ്പോൾ, പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നപ്പോൾ, കർത്താവ് ഇന്ന് ആരാധിപ്പാൻ അവരെ ദൈവം സഹായിച്ചില്ലപ്പോൾ, പ്രിയ സഹോദരങ്ങളെയും കർത്താവ് പ്രിയ ലിയാൻ്റെ കുടുംബം എല്ലാത്തിനും ഓട്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ, കർത്താവ് പ്രിയ അഭിഷക്തനെ സജി പാസ്റ്റേയും കുടുംബത്തെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നപ്പോൾ, കർത്താവ് ഈ ദിവസങ്ങളിൽ പുതിയ വർഷത്തോടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് ഇന്ന് കേട്ടതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞു മുന്നോട്ട് പോകും. 2026 കൊയ്ത്തിൻ്റെ വർഷമാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂ ഇയർ മീറ്റിങ്ങിന് ഓർപ്പിക്കുന്നു. അതുകൂടാതെ നമുക്ക് ഈസ്റ്റ് ഹാമിൽ 20-ാം തീയതി അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. കഴിവതും ലൈവിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ ലീവ് എടുക്കുക. കാര്യം ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. മാക്സിമം ശ്രമിക്കുക. കാര്യം നമ്മൾ സ്വത്രകാഴ്ച കൊടുക്കുന്നത് മാത്രമല്ല വിധ, പ്രാർത്ഥന ഒരു വിധയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം റെക്കോർഡാണ്. നിങ്ങൾ പ്രാർത്ഥന അവിടെ വിതച്ചിട്ടാൽ അത് 100 മേനി കൊയ്യുവാൻ കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കാൻ നമുക്ക് റെഡിയാകാം. എല്ലാവരും കരത്തിലെടുത്ത് പിടിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വത്രകാഴ്ചകൾ എപ്പോഴും ഞാൻ പറഞ്ഞ ദിനവൃത്താന്തത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ച് ദശാംശം കൊടുക്കണം ദൈവവേലയ്ക്ക് വേണ്ടി. പല ദൈവദാസന്മാർക്കും അത് പറയാൻ ഭയങ്കര പേടിയാണ്. കാരണം അവർക്ക് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ദൈവം, ദിനവൃത്താന്തക്കാരൻ പറയുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് മേടിച്ച് നിനക്ക് തരുക. പക്ഷെ നമ്മൾ മേടിക്കുന്നത് ഏതെങ്കിലും ജോലി സ്ഥലത്തെ ഒരു ഓഫീസിൽ നിന്നല്ലേ. പക്ഷെ ബൈബിൾ പറയുന്നത് ദൈവം തരുന്നതാണ്. കാര്യം എനിക്ക് ആരോഗ്യമുണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോലി ചെയ്തെങ്കിൽ എനിക്ക് വരുമാനമുള്ളൂ. ദിനവൃത്താന്തക്കാരൻ മനസ്സിലായി, ഞാൻ ദൈവത്തിൽ നിന്നാണ് മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുക. നിങ്ങളിൽ നിന്നും വാങ്ങി അങ്ങേക്ക് കൊടുക്കുന്നതാണ് സ്വത്രകാഴ്ച. അത് കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് നമുക്ക് ഈ ദേശത്ത് 2024 ഒത്തിരി പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു. അതെല്ലാം ഉപകരിക്കേണ്ടതിന് ഈ വിത നമുക്ക് വിതയ്ക്കാം. ഇത് ആത്മാക്കളായി. ഇന്ന് വിതയ്ക്കുന്നത് പണമായിട്ടാണെങ്കിൽ ഇത് കൊയ്യുന്നത് ആത്മാക്കളായിട്ടാണ്. യേശുവേ, ഞങ്ങൾ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുമ്പോൾ 100 മേനി കൊയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. വലിയ കൃപകളാൽ കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് വിതയ്ക്കുന്നപ്പോൾ വലിയ കൊയ്ത്ത് ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ തകരത്തില്ല, നശിക്കത്തില്ല. നന്മ കൊണ്ട് കർത്താവ് എന്ന് പൊതിയും. പ്രിയ ലിനിയാൻ്റെ ഓഫറിങ്ങിനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും നന്ദി. നമുക്ക് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ നേരത്തെ വരുമ്പോൾ തന്നെ അന്യഭാഷയിൽ ആര് വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ നോക്കണ്ട. ഒരാളെ ഉള്ളെങ്കിലും അന്യഭാഷ പറഞ്ഞ് അങ്ങ് തുടങ്ങിക്കോണം. ചിലപ്പം ആര് ലേറ്റ് ആവും, ചിലപ്പം പലരും അങ്ങോട്ട് നമ്മൾ ലേറ്റായി പോകും. പക്ഷേ വരുന്നവർ എന്ത് ചെയ്തോണം? പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുവാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ തമ്പുരാൻ ആത്മാക്കളെ ഉന്തിവിടും. കാരാഗൃഹത്തിൽ കിടന്ന പത്രോസിനെ പുറത്ത് കൊണ്ടുവരാമെങ്കിൽ തമ്പുരാൻ ഈ ലോകത്തുള്ള സകല ആത്മാക്കളെയും നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പ്രാർത്ഥനയിൽ ആരംഭിക്കാം. ഒരുമിച്ച് കണ്ണടച്ചാട്ടെ. കർത്താവേ, ഇത്രത്തോളം ദൈവം നടത്തി, ഇത്രത്തോളം ദൈവം സൂക്ഷിച്ചു. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ വചനം തന്ന് ഞങ്ങളെ പോഷിപ്പിച്ചു. കർത്താവിൻ്റെ മേശ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയയുടെ തലമുറകളെ നമുക്കൊരു നിമിഷം തലമുറകൾക്ക് വേണ്ടി കർത്താവ്, ഇവർ രാജ്യത്ത് അവർക്കൊരു ജോലി വേണം. അവരുടെ പഠനം കഴിയുമ്പോൾ തന്നെ ലോകം പറയുന്നു നടക്കത്തില്ല, നിയമം പറയുന്നു ബ്ലോക്കാണ്, പക്ഷെ ദൈവം പറയുന്നു എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവർക്ക് വേണ്ടിയുള്ള സോഴ്സുകൾ തുറന്നു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. ഞാൻ ഓരോരുത്തരെയും ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ഹോള് തന്ന അതിൻ്റെ എല്ലാ അതോറിറ്റിയും ബ്ലെസ് ചെയ്യുന്നു. അവർക്കൊരു തരി പോലും ഞങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അവർ പറയും, ലാബാൻ പറഞ്ഞതുപോലെ നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചുവെന്ന് ഇവർ പറയും. ഞങ്ങളത് കേൾക്കും. എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു. ചുറ്റുപാടുള്ള അയൽവക്കത്തേക്ക് ബ്ലെസ് ചെയ്യുന്നു. അവരെ ഞങ്ങൾ വലിച്ചടിപ്പിക്കുന്നപ്പാ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങ് വേഗം വരുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരസ്പരം നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹ ചുംബനത്തോടെ ആ കൂട്ടായ്മ ആചരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.